4 വർഷത്തോളമായി റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധങ്ങളും കടുത്ത നിലപാടുകളും ഒടുവിൽ യാഥാർത്ഥ്യത്തിന്റെ കഠിനമായ ചുവരിലടിച്ച് തകർന്നു വീണിരിക്കുകയാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന പ്രഖ്യാപനത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച എണ്ണവിലക്ക് ഒടുവിൽ യൂറോപ്യൻ യൂണിയന് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ കാണാനാകുന്നത്. വരാനിരിക്കുന്ന 21ാം ഉപരോധ പാക്കേജിൽ നിന്ന് റഷ്യൻ എണ്ണയ്ക്കുള്ള സമ്പൂർണ്ണ നിരോധനം യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ നിശബ്ദമായി ഒഴിവാക്കിയെന്ന പ്രമുഖ മാധ്യമമായ പൊളിറ്റിക്കോയുടെ വെളിപ്പെടുത്തൽ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. വർഷങ്ങളായി തുടരുന്ന ഈ സാമ്പത്തിക യുദ്ധം ഒടുവിൽ യൂറോപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വൻ നയതന്ത്ര പിന്മാറ്റത്തിനാണ് ചെന്നെത്തി നിൽക്കുന്നത്. റഷ്യയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ ബ്രസൽസ് ആസ്ഥാനമായി യൂറോപ്യൻ നേതൃത്വം നൽകുന്ന തീരുമാനങ്ങൾ എത്രത്തോളം പ്രായോഗികരഹിതമായിരുന്നുവെന്ന് പുതിയ നീക്കങ്ങൾ അടിവരയിടുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സാമ്പത്തിക തന്ത്രങ്ങൾക്ക് മുൻപിൽ യൂറോപ്യൻ യൂണിയന്റെ കടും പിടുത്തങ്ങൾ അയ്യുന്ന കാഴ്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ നയതന്ത്ര പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ബാൾട്ടിക് രാജ്യങ്ങൾ മാസങ്ങളായി ചെലുത്തിയ കടുത്ത സമ്മർദ്ദങ്ങൾ ഒടുവിൽ യാതൊരു ഫലവുമില്ലാതെ പോയിരിക്കുകയാണ്. എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങൾ റഷ്യൻ എണ്ണ പൂർണ്ണമായി നിരോധിക്കണമെന്ന് ശക്തമായി വാദിച്ചെങ്കിലും യൂറോപ്പിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻപിൽ ആ വാദങ്ങൾ നിഷ്പ്രഭമായി. റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള പ്രശസ്തമായ ദ്രുഷ്പ പൈപ്പ് ലൈനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരമൊരു സമ്പൂർണ്ണ നിരോധനത്തെ ശക്തമായി എതിർത്തു. തങ്ങളുടെ വ്യവസായ മേഖലയെയും ജനജീവിതത്തെയും പൂർണ്ണമായി തകർക്കുന്ന ഒരു തീരുമാനത്തിന് ഒപ്പുവെക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഈ രാജ്യങ്ങൾ കൃത്യമായ നിലപാടെടുത്തു. സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ആത്മഹത്യാപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ മധ്യ യൂറോപ്യൻ രാജ്യങ്ങൾ വിസമ്മതിച്ചതാണ് യൂറോപ്യൻ യൂണിയനെ ഈ വലിയ പിന്മാറ്റത്തിന് നിർബന്ധിതമാക്കിയത്. സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതോടെ റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്കെതിരെ കോർപ്പറേറ്റ് തലത്തിലുള്ള ചില നിസ്സാര നിയന്ത്രണങ്ങൾ മാത്രമായി യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഉപരോധ പാക്കേജ് ഒതുങ്ങി. പല്ലും നഖവുമില്ലാത്ത കേവലം ഒരു കടലാസ് രേഖയായി പുതിയ ഉപരോധങ്ങൾ മാറിയപ്പോൾ റഷ്യയുടെ പ്രധാന വരുമാന മാർഗമായ എണ്ണ വ്യാപാരം തടസ്സമില്ലാതെ തുടരുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. വലിയ പ്രഖ്യാപനങ്ങളോടെ വന്ന ഉപരോധങ്ങൾ വെറും പ്രഹസനമായി മാറിയെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ബ്രസൽസ് കൈക്കൊണ്ട ഈ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു പൊരുത്തക്കേടും കാപ്പട്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഔദ്യോഗികമായി റഷ്യയുമായുള്ള നേരിട്ടുള്ള വ്യാപാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും റഷ്യൻ എണ്ണ യൂറോപ്പിലേക്ക് എത്തുന്നതിനുള്ള വലിയ സുഷിരങ്ങൾ ഉപരോധ നിയമങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ മനഃപൂർവ്വം തുറന്നിട്ടിരിക്കുകയാണ്. ഇത് റഷ്യൻ ഊർജ്ജത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ യൂറോപ്പിന് കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തിന്റെ മറച്ചുവെക്കാനാകാത്ത തെളിവാണ്. ഈ തെറ്റായ നയങ്ങളുടെ നേരിട്ടുള്ള ഇരകളാകുന്നത് യൂറോപ്പിലെ സാധാരണക്കാരായ പൗരന്മാരാണ്. തങ്ങളുടെ ഭരണാധികാരികളുടെ രാഷ്ട്രീയ നിർബന്ധങ്ങൾ കാരണം കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് അവർ അനുഭവിക്കുന്നത്. നേരിട്ട് വാങ്ങിയാൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമായിരുന്ന അതേ റഷ്യൻ എണ്ണ തന്മാത്രകൾ തന്നെ ഇപ്പോൾ യൂറോപ്യൻ ജനതയ്ക്ക് വാങ്ങേണ്ടി വരുന്നു എന്നത് ഒരു വിരോധാഭാസമായി തുടരുന്നു. യൂറോപ്പ് ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മൂന്നാം കക്ഷി രാജ്യങ്ങൾ വഴിയാണ് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങുകയും അത് ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്പിലേക്ക് വൻ വിലയ്ക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഫലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ തന്നെയാണ് യൂറോപ്പിലെ ഇന്ധന സ്റ്റേഷനുകളിൽ എത്തുന്നതെങ്കിലും അതിന്റെ പേര് മാറിയിരിക്കുന്നു എന്ന് വ്യക്തം. ഇത്തരമൊരു വഴിത്തിരിവിലൂടെ യൂറോപ്യൻ പൗരന്മാർക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടി വിലയാണ് ഇന്ധനത്തിന് നൽകേണ്ടി വരുന്നത്. സ്വന്തം നേതാക്കളുടെ നയതന്ത്ര പരാജയത്തിന്റെ വില സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് നൽകേണ്ടി വരുന്ന അവസ്ഥയാണിത്. ഉപരോധം കൊണ്ട് റഷ്യയെ തകർക്കാൻ നോക്കിയ യൂറോപ്പ് സ്വന്തം ജനങ്ങളെ കടുത്ത വിലക്കയറ്റത്തിലേക്കും ജീവിത ചെലവിലേക്കും തള്ളിവിടുകയാണ് ചെയ്തത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ലളിതമായ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രതിസന്ധി. വിപണിയിലെ ആവശ്യകതയും വിതരണവും തമ്മിലുള്ള ബന്ധത്തെ കൃത്രിമമായി തടയാൻ ശ്രമിച്ച ബ്രസൽസിന് ഒടുവിൽ വിപണി ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങേണ്ടി വന്നു. രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ മുൻഗണനയെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്.
റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു നയതന്ത്ര സാമ്പത്തിക വിജയമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ഒന്നടങ്കം ഉപരോധങ്ങളുമായി രംഗത്ത് വന്നിട്ടും തങ്ങളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സിനെ സുരക്ഷിതമായി നിലനിർത്താൻ മോസ്കോയ്ക്ക് സാധിച്ചു. യൂറോപ്പിന്റെ ഉപരോധങ്ങളെ മറികടക്കാൻ പുതിയ വിപണികൾ കണ്ടെത്താനും അതേസമയം തന്നെ യൂറോപ്പിലേക്ക് പരോക്ഷമായി എണ്ണയെത്തിക്കാനും പുടിന്റെ ഭരണകൂടത്തിന് കഴിഞ്ഞു. ഈ പുതിയ നീക്കം യൂറോപ്യൻ യൂണിയനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെയും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ബാൾട്ടിക് രാജ്യങ്ങളുടെ തീവ്ര നിലപാടുകളും മധ്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രായോഗിക നിലപാടുകളും തമ്മിലുള്ള തർക്കം യൂറോപ്യൻ യൂണിയന്റെ കൂട്ടായ്മയിലുള്ള വിള്ളലുകളാണ് കാണിക്കുന്നത്. സാമ്പത്തിക താൽപര്യങ്ങൾ വരുമ്പോൾ യൂറോപ്യൻ ഐക്യം എന്നത് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുമെന്ന് ഈ എണ്ണ പ്രതിസന്ധി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും യൂറോപ്പും ചേർന്നുള്ള ഉപരോധ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെ കൂടിയാണ് ഈ സംഭവം ചോദ്യം ചെയ്യുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു വൻ ശക്തിയെ തളർത്താൻ കഴിയില്ലെന്നും അത് ആഗോള വിപണിയിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുകയേ ഉള്ളൂ എന്നും ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ആയുധങ്ങളുടെ മൂർച്ച കുറയുന്നതിന്റെ ലക്ഷണമാണിത്. വരും ദിവസങ്ങളിൽ ഈ നയപരമായ മാറ്റം യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഭരണകൂടങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരാൻ ഇത് കാരണമാകും. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾക്കേറ്റ വൻ തിരിച്ചടിയെ എങ്ങനെ ന്യായീകരിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ നേതൃത്വം. 4 വർഷത്തെ കടുത്ത സാമ്പത്തിക യുദ്ധ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയൻ എത്തി നിൽക്കുന്നത് നാണം കെട്ട ഒരു പിന്മാറ്റത്തിലാണ്. പുടിന്റെ സാമ്പത്തിക തന്ത്രങ്ങൾക്ക് മുൻപിൽ യൂറോപ്പിന്റെ ഉപരോധ കോട്ടകൾ തകർന്നടിച്ചിരിക്കുന്നു. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ എങ്ങനെയൊക്കെ തിരിച്ചടിക്കുമെന്നതിന്റെ ചരിത്രപരമായ ഉദാഹരണമായി ബ്രസൽസിന്റെ ഈ എണ്ണവിലക്ക് പിന്മാറ്റം രേഖപ്പെടുത്തപ്പെടും.